പറയുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. അവിടെ സന്തോഷമുണ്ട്, അവിടെ സമാധാനമുണ്ട്. വിശ്വാസത്തോടുകൂടെ കുടുംബത്തിലെല്ലാവരും പരസ്പരം പങ്കുവെച്ച് വളരുമ്പോൾ അത് സ്വർഗീയ കുടുംബമായി തീരുകയാണ്. കുടുംബത്തിൽ സമ്പത്ത് അല്ലെങ്കിൽ കഴിവുകള്, സൗന്ദര്യം എന്നതിനേക്കാൾ ഉപരിയായി ദൈവിക കൃപ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് സ്വർഗീയ കുടുംബം. അത് നമ്മിലേക്ക് വന്നു ചേരണമെങ്കിൽ ഈശോയുടെ കൃപ തന്നെ വേണം. സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വന്നപ്പോൾ ഈശോ പറഞ്ഞത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നാണ്. ഈശോയോട് കൂടി ചേർന്ന് സന്തോഷത്തോടെ, അതുപോലെ സ്നേഹത്തോടെ, വിശ്വാസത്തോടെ ഒരു കുടുംബജീവിതം നയിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ തന്ന വീട് ഇത് സ്നേഹത്തിൻ്റെ വീട്, സന്തോഷത്തിൻ ചൈതന്യം നിറഞ്ഞു നിൽക്കും വീട്. ഈശോ തന്ന വീട് ഇത് സ്നേഹത്തിൻ്റെ വീട്, സന്തോഷത്തിൻ ചൈതന്യം നിറഞ്ഞു നിൽക്കും വീട്. ഈശോ തന്ന വീട്. ഓ ക്ഷമയും കൃപയും നിറയുന്ന പുണ്യപ്പെട്ട വീട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്ഷമയും കൃപയും നിറയുന്ന പുണ്യപ്പെട്ട വീട്, ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കും വീട്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കും വീട്, നിറഞ്ഞു നിൽക്കും വീട്. ഇത് ഈശോ തന്ന വീട്. ഈശോ തന്ന വീട് ഇത് സ്നേഹത്തിൻ്റെ വീട്, സന്തോഷത്തിൻ ചൈതന്യം നിറഞ്ഞു നിൽക്കും വീട്. ഈശോ തന്ന വീട്. ഓ നന്ദിയും സ്തുതിയും നിറയുന്ന സന്തോഷത്തിൻ വീട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദിയും സ്തുതിയും നിറയുന്ന സന്തോഷത്തിൻ വീട്, പങ്കുവയ്ക്കും സ്നേഹത്തിൻ മാതൃകയാകും വീട്. പങ്കുവയ്ക്കും സ്നേഹത്തിൻ മാതൃകയാകും വീട്, മാതൃകയാകും വീട്. ഇത് ഈശോ തന്ന വീട്. ഈശോ തന്ന വീട് ഇത് സ്നേഹത്തിൻ്റെ വീട്, സന്തോഷത്തിൻ ചൈതന്യം നിറഞ്ഞു നിൽക്കും വീട്. ഈശോ തന്ന വീട് ഇത് സ്നേഹത്തിൻ്റെ വീട്, സന്തോഷത്തിൻ ചൈതന്യം നിറഞ്ഞു നിൽക്കും വീട്. ഈശോ തന്ന വീട്. ഓ